ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഫോർഡ് ഫിഗോ ആണ്. 2016 മോഡൽ വണ്ടിയാണ്. ഏകദേശം 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കറക്റ്റായിട്ട് മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. പെട്രോൾ വേരിയൻ്റ് ആണിത്. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് തേർഡ് ഗിയറിലൊക്കെ ഇട്ടിട്ടൊന്ന് ഇറമിച്ച് കൊടുക്കുമ്പോൾ, ഫുള്ളായി ത്രോട്ടിൽ കൊടുക്കുമ്പോൾ വണ്ടി ഒട്ടും തന്നെ കയറുന്നില്ല. വണ്ടി ഇങ്ങനെ പതാന്നായിട്ടാണ് വണ്ടി കയറുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് നല്ലോണം റേസ് ആവുന്നുണ്ട്. നല്ലോണം എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള റേസിംഗ് അല്ല, മൈന്യൂട്ടാണ്. എന്ന് വെച്ചാൽ കസ്റ്റമർ ഇത് 7-8 വർഷമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് അറിയാൻ പറ്റും. ചെറിയൊരു വ്യത്യാസം വന്നാൽ ഇതിനകത്ത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് ത്രോട്ടിൽ കൊടുത്താൽ, ഫുള്ള് കൊടുത്താലും വണ്ടി ആക്സിലേഷൻ ആകുന്നുണ്ട്, എഞ്ചിൻ റേസ് ആകുന്നുണ്ട്. പക്ഷേ മൂവ്മെൻറ്റ് പക്കയായിട്ട് കിട്ടുന്നില്ല. ഇത് ക്ലച്ച് നമുക്ക് അഴിച്ചു നോക്കാം. ഇതിനകത്ത് ഇത് പെട്രോൾ ആയതുകൊണ്ട് ക്ലച്ചിൻ്റെ പ്രശ്നം കൊണ്ടേ വരുള്ളൂ. പിന്നെ നമുക്ക് ത്രോട്ടിൽ ബോഡി ഒന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാം, അത് മാത്രമേ വരുള്ളൂ. മറ്റേ ഡീസൽ വണ്ടി വെക്കണമെന്നുണ്ടെങ്കിൽ എയർ ഫ്ലോ സെൻസർ, എയർ മാസ് സെൻസർ എന്ന് പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ അതിനകത്തുണ്ട്. പെട്രോളിൻ്റെ പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ഇതിനകത്തില്ല. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ക്ലച്ച് നമുക്ക് തേർഡ് ഗിയറിലിട്ടിട്ട് ബ്രേക്ക് ചവിട്ടിയിട്ട് ഒന്ന് ആക്സിലേഷൻ കൊടുക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ലോണം റേസ് ആകുന്നുണ്ട്, നല്ലോണം കരിഞ്ഞൊരു സ്മെല്ലും അതിനകത്ത് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഗിയർ ബോക്സ് ഇറക്കി ക്ലച്ച് ഇറക്കാം. ക്ലച്ച് ഇറക്കിയിട്ട് നോക്കാം. അതിനകത്ത് കംപ്ലയിൻറ്റ് അത് തന്നെയാണ്, ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ് തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് വരാനില്ല. എന്തായാലും ഗിയർ ബോക്സ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇതിപ്പോൾ അഴിക്കാനായിട്ട് നമ്മൾ 2 ഡ്രൈവ് ഷാഫ്റ്റ് അഴിക്കണം, അതുപോലെ മൗണ്ട് ബോൾട്ട്, അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിളുകൾ കംപ്ലീറ്റ് അഴിക്കണം. ഇതിപ്പോൾ ഏകദേശം ഫിനിഷ് ആവാനായി. അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ സിലിണ്ടറിൻ്റെ പൈപ്പ് ലൈനും അഴിക്കണം. 2 ആക്സിലും കംപ്ലീറ്റ് അഴിച്ച് പുറത്തെടുക്കണം, എന്നാൽ മാത്രമേ ഇത് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മളിത് അഴിക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ സെലക്ടറിലെ ബുഷ് വരും ഇതിനകത്ത്. വേണ്ട, ഈ കേബിളിനകത്തൊരു ബുഷ് വരും. ഇതിപ്പോൾ ബുഷ് ഇതിനകത്ത് ഇല്ല. അപ്പോൾ നമ്മൾ ബുഷ് ഇതിനകത്ത് കയറ്റി കൊടുക്കണം. ഇല്ലാത്ത പക്ഷം വണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു ഗിയറേ വീഴുള്ളൂ, ബാക്കി ഏത് ഗിയറും വീഴില്ല, ഫ്രീ ആയിട്ട് കിടന്ന് ഇതായിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഇത് അതിനകത്ത് കയറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഓൾട്ടർ ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ പിന്നെ ഗിയർ വീഴുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബുഷും കൂടെ ഇതിനകത്ത് നമുക്ക് മാറാനുണ്ട്. അതുപോലെ ക്ലച്ച്, ഗിയർ ബോക്സ് നല്ല കംപ്ലീറ്റ് ഇറക്കിയിട്ട് ഞാൻ ക്ലച്ചിൻ്റെ കണ്ടീഷനും കൂടെ ഇതിനകത്ത് കാണിച്ചു തരാം. ഇതാണിപ്പോൾ നമ്മളിതിൽ അഴിച്ച ക്ലച്ച് എന്ന് പറയുന്നത്. ഫുള്ള് തേയ്മാനം വന്നിരിക്കണം ഇതിനകത്ത്. ഇൻഡിക്കേഷൻ പെയർ കംപ്ലീറ്റും പോയിട്ട് ഫുള്ളായിട്ട് തേയ്മാനം. അതേ ക്ലച്ചിനാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. കണ്ടു, സെയിം പാർട്ട് നമ്പർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ വരുന്നത്. അതേ സെയിം ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഫോർഡിൻ്റെ ഓയിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അത് വന്നിട്ട് ഏകദേശം 2100 രൂപയോളം MRP വരുന്നത്. ഇപ്പോൾ നമുക്ക് സിലിണ്ടറും കൂടെ നോക്കാനുണ്ട്. അത് ബാരിങ് ചെറിയൊരു വീക്ക് ഉണ്ട്. നമുക്ക് സാധനം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ കൈയോടെ മാറ്റി വെക്കും. എന്തായാലും ഇപ്പോൾ ക്ലച്ച് ഡിസ്കും കവറും അതിനകത്ത് വണ്ടിക്കകത്ത് കയറ്റാം. നമ്മുടെ ഫിഗോയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ മാറിയത് ക്ലച്ച് സെറ്റ് മാത്രം മാറിയിട്ടുള്ളൂ, വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ക്ലച്ച് ഏകദേശം സ്ലിപ്പായി ഓടിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് 100% പോയി എന്ന് പറയാനില്ല. ഒരു 50%, 60% പോയി. പക്ഷേങ്കിൽ അപ്പോഴത്തേക്ക് കസ്റ്റമർക്ക് നല്ലോണം കെയർ ചെയ്ത് ഓടിക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് വലിവിൻ്റെ ഒരു ഫീലിംഗ് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഇപ്പോൾ എന്തായാലും മാറ്റിവിട്ടത്. എന്തായാലും അത് സ്ലിപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഏകദേശം ഒരു 10,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഏകദേശം നല്ലവണ്ണം റേസ് ആകാൻ തുടങ്ങി. ഇതിപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത് മാറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ 4th ഗിയറിലാണ്, 60 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ട്. ഒന്ന് കാല് നമ്മൾ ആക്സിലേഷൻ ഒന്ന് ഫുള്ളായി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫീലിങ്ങോട് കൂടി തന്നെ വണ്ടി കയറിയും പോകുന്നുണ്ട്. നേരത്തെ അങ്ങനെയല്ല. ഈ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 തന്നെ നിൽക്കുക. നമ്മൾ എത്രത്തോളം ചവിട്ടിയാലും ആ ഒരു പുള്ളിങ്ങും കിട്ടില്ല. നമ്മൾ ഈ 4th ഗിയറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ വിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എണീറ്റ് പോകുന്ന പോലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ഒന്ന് എണീച്ച് പോകുന്ന പോലെ ഒരു ഫീലിംഗ് നല്ലോണം കിട്ടും. നേരത്തെ അങ്ങനെയല്ല. നമ്മൾ ആക്സിലേഷൻ കൊടുത്താലും ആ ഒരു ലെവലിൽ ഇങ്ങനെ പതുങ്ങിയേ പോവുള്ളൂ, പയ്യെ കയറുള്ളൂ. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഒരു പെർഫോമൻസ് വലിച്ചിട്ട് പോകുന്ന പോലെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ ഡീസൽ വണ്ടി അപേക്ഷിച്ചിട്ട് പെട്രോൾ വണ്ടിക്ക് കയറി ഇങ്ങനെ പോകുന്നത് ഭയങ്കര കുറവായിരിക്കും, ലാഗായിരിക്കും. അതൊരു 1 സെക്കൻഡിൽ പോകുന്നത് 2 സെക്കൻഡ് എടുത്തിട്ട് വണ്ടി നീങ്ങുള്ളൂ. അങ്ങനെ ഒരു ലാഗ് പെട്രോൾ വണ്ടികളൊക്കെ ഉണ്ട്. എല്ലാ പെട്രോൾ വണ്ടിക്ക്, ഇതിനൊന്നും മാത്രമല്ല, എല്ലാ പെട്രോൾ വണ്ടിക്കും അങ്ങനെയാണ്. ഡീസൽ വണ്ടി പോകുന്നത് പോലെ സ്മൂത്തായിട്ടും അതുപോലെ നല്ല ഫ്രീ ആയിട്ടും സ്പീഡിലൊന്നും വണ്ടി വലിച്ചിട്ടൊന്നും പെട്രോൾ വണ്ടികൾ പോവില്ല. പിന്നെ വരണമെങ്കിൽ ടർബോ കാര്യങ്ങളൊക്കെ ഉള്ള പെട്രോൾ വണ്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫീലിംഗിൽ നമുക്ക് വണ്ടി പോകുള്ളൂ. ആ ഒരു ചെറിയൊരു ലാഗ് ഇതിനകത്തുണ്ട്. അത് ഈ വണ്ടി മാത്രമല്ല, ഏതാണെങ്കിലും ശരി. ഇനിയിപ്പോൾ പെട്രോൾ വണ്ടി, നമ്മൾ സ്വിഫ്റ്റ് ആണെങ്കിലും ശരി, ഇനി വേറെ ഏതെങ്കിലും വണ്ടിയാണെങ്കിലും ശരി, ഈ ഒരു ലാഗിൽ തന്നെ വണ്ടി പോകുള്ളൂ. പക്ക ഒരു സ്പീഡിനകത്ത് പോകില്ല. ആ ഒരു ലാഗ് മാത്രമേ ഇപ്പോൾ ഇതിനകത്തുള്ളൂ.
ബാക്കി വണ്ടിയൊക്കെ പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. നേരത്തെക്കാളും നല്ല പുള്ളിങ് ആയിരുന്നു വേണ്ടത്. 4th ഗിയറിലാണ് വണ്ടി. അങ്ങനെ കാല് കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി അങ്ങ് എണിച്ചങ്ങ് പോകുന്നുണ്ട്, ഈസി ആയിട്ട് തന്നെ നീങ്ങി. പിന്നെ ഇതിലിപ്പോൾ ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കണം, സ്കാൻ ചെയ്ത് നോക്കണം. വെച്ചാൽ നമ്മൾ എത്രത്തോളം കപ്ലറൊക്കെ അഴിച്ചതുകൊണ്ട് നമ്മൾ കീ ഓൺ ആക്കുമ്പോൾ ഏതെങ്കിലും ഒരു കപ്ലർ വെടിയിക്കാൻ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോഡ് അതിനകത്ത് വരും. ഇനിയിപ്പോൾ അതൊന്ന് സ്കാൻ ചെയ്തിട്ടൊന്ന് ക്ലിയർ ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതിനകത്ത്. എന്ന് വെച്ചാൽ വരുമ്പോൾ പക്ക പെർഫെക്റ്റ് ആയിരുന്നു വണ്ടി. അപ്പോൾ അത് എന്തെങ്കിലും കപ്ലർ വെടിയിച്ചതിൻ്റെ ഒരു സിഗ്നലായിരിക്കും അതിനകത്ത് വന്നിട്ടുണ്ടാവുക. പിന്നെ ഇതിന് നമ്മൾ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് ഇതിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിച്ച് നോക്കുമ്പോൾ ബ്രേക്ക് പാഡ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 2 mm അത്രയേ ഉള്ളൂ. ഏകദേശം ഫുള്ളായി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് പാഡ് നമ്മളിത് കൈയോടെ കൂടി തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും